ഈ ഇരുത്തം കണ്ടുകൊണ്ട് വിജയെ വിലയിരുത്തുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം പുള്ളിക്കാരന്റെ 5 വർഷത്തെ അത് ചില ആൾക്കാർക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് വിജയെ ആ രീതിയിൽ ഇരിക്കുന്ന ആരും കണ്ടിട്ടില്ല. അതായത് നിയമസഭയില് ഒറ്റയ്ക്ക് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ അതുകൊണ്ടൊരു മടിപ്പ് തോന്നുന്നു. അതായത് പ്രതികരണ ശേഷിയില്ല. അപ്പൊ നമുക്ക് വിജയ് എന്ന് പറയുമ്പോൾ തീപ്പൊരി ഡയലോഗ് എല്ലാം പറയുന്ന സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയും സിനിമയ്ക്കകത്തൊക്കെ ഒരു സ്റ്റൈലിഷ് എന്നുള്ളൊരു രീതി അതൊരു ആ ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പൊ ഈ ഒരു പൊസിഷന് യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ നോക്കുമ്പോൾ ഇപ്പൊ നമ്മളെല്ലാം നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും നമ്മൾ വെള്ള ഇട്ടിട്ടാണ് കൂടുതൽ നമ്മൾ എല്ലാവരെയും കണ്ടിട്ടുള്ളത്. അവിടെ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, പ്രസംഗം നടത്തുന്നു, അതെല്ലാം കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ ഒരു വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റൈലിഷ് CM എന്ന് പറയുന്നത് ഏറ്റവും സ്റ്റൈലിഷ്, ഇന്ത്യയിലെ സ്റ്റൈലിഷ് CM സംശയം വേണ്ട നമ്മുടെ വിജയ് സാർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു രീതി ചില ആൾക്കാർക്ക് ഈ സിനിമ സ്റ്റൈല് മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വന്നിപ്പോ നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് ഒരു ചെയറിനകത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഒന്നി നമ്മുടെ കയ്യിൽ മൊബൈൽ എടുത്ത് എന്തെങ്കിലും നോക്കും, ഒന്നും ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ, എന്തെങ്കിലും രീതിയിൽ അല്ലെ ഗെയിമെങ്കിലും കളിക്കും. ഈ ഒരു രീതിയാണ് എല്ലാവരും. ഇപ്പൊ പ്രതിപക്ഷം പറയുന്നുണ്ട് 6 മാസം തികക്കത്തില്ലായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുത്തം, ഒരാളുടെ ഇരുത്തത്തിൽ വില ഇരുത്തരുത്. കാര്യം നമ്മുടെ വിജയ് സാർ ഇപ്പം ഷൂട്ടിങ്ങിൽ ഒരു സീൻ കഴിഞ്ഞിട്ട് വന്ന് ചേർന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നാളെ ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ, ഞാൻ അധികം സംസാരിക്കത്തില്ല, ഇങ്ങനെ വീക്ഷിക്കത്തേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സ്ഥാനത്ത് നമുക്കാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് മൊബൈലോ ഇപ്പൊ ഏത് സ്ഥാനത്താണ് ഇപ്പൊ പുള്ളിക്കാരൻ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന് സ്റ്റേജിൽ പോവാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആളിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അല്ലാതെ തൊട്ടടുത്തേക്കും സംസാരിക്കാനോ അവിടെ സംസാരിക്കാനോ ഇവിടെ സംസാരിക്കാനോ അവിടെ ഒന്നും പുള്ളിക്കാരൻ നിൽക്കാറില്ല. അപ്പം ഇതേപോലെ തന്നെയാണ്, അതായത് അദ്ദേഹത്തിന്റെ റിയൽ ക്യാരക്ടറാണ്. ഇതേപോലെ ആർക്ക് ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ മസല് പിടിച്ചിരിക്കാനോ ഒന്നുമല്ല. അദ്ദേഹം ഇങ്ങനെ ആരെ ശല്യപ്പെടുത്താതിരിക്കും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, അനാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല. ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ ഈ ഇരുത്തം കണ്ടുകൊണ്ട് വിജയെ വിലയിരുത്തുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം പുള്ളിക്കാരന്റെ 5 വർഷത്തെയോ 10 വർഷത്തെയോ 15 വർഷത്തെ ലൊക്കേഷൻ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു. പല വീഡിയോസുകളും പഴയതുപോലെ വരുന്നുണ്ട്. നിങ്ങൾ അതായത് വോട്ട് ചെയ്യാൻ നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതിങ്ങനെ ഒരു ഓളവായിട്ട് കൈ പൊക്കി അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒരു ചകചകാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് നമ്മളത് കാണുമ്പോൾ ഒരാളെ ഇരുത്തം കണ്ടിട്ട് വിലയിരുത്തിയിട്ട് എനിക്കത് കാണുമ്പോൾ സത്യം പറയാൻ എനിക്കിത് പറയാൻ തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ കയറിയിട്ട് ഇപ്പൊ ഒരു 10 ദിവസം പോലും കഷ്ടിച്ചാവുന്നില്ല. അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിന് വിജയ് ഭരണം മടുത്തു, വിജയ്ക്ക് ഭരിക്കാൻ താല്പര്യമില്ല, വിജയ് ഒരു താല്പര്യം ഇല്ലാതാണ് നിയമസഭയിൽ വരുന്നത്. വിജയ് ഇന്ന് തമിഴ്നാട്ടിന്റെ ഏറ്റവും വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വിജയെ കുറിച്ചിട്ട് നമ്മൾ പഴയ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അത് ഇത് കമ്പയർ ചെയ്യുമെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല. അതേപോലെ തന്നെയാണ് ഇത്. റിയൽ ലൈഫിൽ എങ്ങനെയാണോ 10 വർഷത്തിന് മുന്നേ ഷൂട്ടിംഗ് ഇല്ലാതെ ഒരിടത്ത് ഇരിക്കുന്നതും ഒരു സ്റ്റേജിൽ ഇരിക്കുന്നതും അതേപോലെ തന്നെയാണ്. അത്രയ്ക്കും വലിയൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ 10 ദിവസമായതേ ഉള്ളൂ. ഇത് 4 വർഷമായിട്ട് ഭരണം മടുത്തെന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് 10 ദിവസം കൊണ്ട് ആൾക്കാർ ഒരാളെ ഇരിക്കുന്നതും ഒരാൾ നടക്കുന്നതും കണ്ടിട്ട് വിലയിരുത്തുന്നത് കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ അങ്ങനെയാണ്. പക്ഷെ പുള്ളിക്കാരൻ എന്തായാലും 5 അല്ല, ഇങ്ങനെ പോവാണെങ്കിൽ 10 വർഷവും പുള്ളിക്കാരൻ ഭരിക്കും. അത് വേറെ സത്യം.